വീക്കെൻഡ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ സുപ്രധാനമായിട്ടുള്ള വളരെ എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു വാർത്ത നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയാണ് നിങ്ങളുടെ ഈ ഒരു വീഡിയോയുമായിട്ട് വളരെ വൈകി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയത്. അതായത് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്ത. അതായത് നമ്മളുടെ വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും ചതിച്ചിരിക്കുന്നു, വഞ്ചിച്ചിരിക്കുന്നു എന്നുള്ള വളരെ നിർണായക വാർത്ത ആണ് പുറത്തു വരുന്നത്. അതായത് സർക്കാരിൻ്റെ ഒരു പുതിയ കണക്ക്, അതായത് ഓൺലൈൻ സംവിധാനത്തിലൂടെ മാത്രമാണ് കഴിഞ്ഞ 1.5 വർഷക്കാലമായി നമ്മുടെ വിദ്യാഭ്യാസ മേഖല മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഇതിനിടയിൽ SLC +2 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പരീക്ഷ നടത്തി, +1 വിദ്യാർത്ഥികൾക്ക് വേണ്ടി പരീക്ഷ നടത്തുവാൻ വേണ്ടി പോകുന്നു. എല്ലാം ക്ലിയറാണ്, എല്ലാം നീറ്റാണ്, ഞങ്ങൾക്കിനി പരീക്ഷ നടത്തിയാൽ മാത്രം മതി എന്നുള്ള നിലപാടുമായി നമ്മുടെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വരുന്നത് 4.25 ലക്ഷത്തോളം വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ സൗകര്യം കേരളത്തിൽ ഇല്ല എന്നുള്ള വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്ക് തന്നെയാണ്. അതായത് നമ്മളുടെ വിദ്യാർത്ഥികളെ അധികം വഞ്ചിക്കുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ അധികം ശക്തമായിട്ടുള്ള പ്രതിഷേധം അറിയിക്കുന്ന തലത്തിലേക്ക് നമ്മളുടെ വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ഈ 4.25 ലക്ഷം വിദ്യാർത്ഥികൾക്കിടയിൽ ഔദ്യോഗിക കണക്കാണ്, സർക്കാർ ഇതുവരെ മൂടി വെച്ചിരുന്ന, സർക്കാർ ഇതുവരെ ആരെയും കാണിക്കാതെ പുറത്തുവിടാതെ വെച്ചിരുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. 4.25 ലക്ഷത്തോളം വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ ഓൺലൈൻ ക്ലാസ്സുകൾ കാണുവാനുള്ള സൗകര്യമോ സംവിധാനമോ ഇല്ല എന്നുള്ളത്. അങ്ങനെയാണ് എങ്കിൽ ഈ ഓൺലൈൻ ക്ലാസ്സുകൾ കാണാനുള്ള സംവിധാനമില്ലാത്ത ഈ 4.25 ലക്ഷം വിദ്യാർത്ഥികൾക്കിടയിൽ +1 വിദ്യാർത്ഥികളും ഉണ്ടാകും. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിന് മാത്രം അടിസ്ഥാനത്തിൽ പരീക്ഷ നടത്തുവാൻ പോകുന്ന +1 വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ +1 പരീക്ഷ എഴുതുവാൻ പോകുന്ന വിദ്യാർത്ഥികൾ ഓൺലൈൻ ക്ലാസ് കാണാൻ ഒരു സൗകര്യമില്ലാതെ അവർ എന്ത് വെണ്ടയ്ക്കാണ് ആ പരീക്ഷാ പേപ്പറിൽ എഴുതി വെക്കേണ്ടത് എന്ന് സംസ്ഥാന സർക്കാർ ഇനിയെങ്കിലും പറയുവാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളൊന്നും കാണാതെ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതട്ടെ എന്ന നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നു, വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിക്കുന്നു. അതൊരിക്കലും അംഗീകരിക്കുവാൻ കഴിയില്ല. KTU അടക്കമുള്ള വിദ്യാർത്ഥികൾ ശക്തമായ പ്രതിഷേധം, എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നു, ഡിഗ്രി വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നു. കാരണം എല്ലാവരുടെയും പരീക്ഷ ഓൺലൈൻ ക്ലാസ്സിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ നടത്തുകയാണ്. ഓഫ്ലൈനായിട്ട് സംശയ നിവാരണം പോലും നടത്തുവാനുള്ള സാഹചര്യമില്ലാതെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ പരീക്ഷകൾ നടത്തുവാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം ഇപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിപ്പോർട്ട് വലിയ ചലനമായിരിക്കും വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. കാരണം 4.25 ഒരു വലിയ ഭീമമായ സംഖ്യയാണ്. ആ 4.25 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുന്നു. ഔദ്യോഗികമായ കണക്ക് സംസ്ഥാന സർക്കാർ ഇപ്പോൾ പുറത്തുവിടുമ്പോൾ തീർച്ചയായിട്ടും വലിയ പ്രതിഷേധം ഇനി വിദ്യാഭ്യാസ മേഖലയിൽ ഉയർന്നു വരും. വിദ്യാഭ്യാസ വകുപ്പിനെ വിശ്വസിച്ചുകൊണ്ട് ക്ലാസ് മുറിയിലേക്ക് പോകുവാൻ വേണ്ടി, അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിന് മുമ്പിലേക്ക് ഇരിക്കുവാൻ വേണ്ടി തുടങ്ങിയ നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വഞ്ചനയുടെ വലിയൊരു ചതിയുടെ ഒരു വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ ജൂലൈക്ക് മുമ്പ്, അതായത് സ്കൂളുകൾ തുറക്കുന്നതിന് മുമ്പ് മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ്സുകൾ കാണാനുള്ള സൗകര്യം ഒരുക്കാമെന്നൊക്കെയാണ് പറഞ്ഞത്. അതുവഴി KSFE വഴി ലാപ്ടോപ്പൊക്കെ കൊടുത്തു. ആ ലാപ്ടോപ്പൊക്കെ ഇപ്പോൾ നശിച്ച് നാറാണക്കല്ലെടുത്തിരിക്കുകയാണ്. അവർ തിരിച്ചു വാങ്ങുന്ന ഒരു സാഹചര്യമൊക്കെ ഇപ്പോൾ ഉണ്ടായി. അപ്പോൾ എന്തായാലും വലിയ ഒരു പ്രതിഷേധം നമ്മളുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണരാൻ പോകുന്നു, അല്ലെങ്കിൽ ഉയരാൻ പോകുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനകളാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരുന്നത്. 4.25 ലക്ഷത്തോളം വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ കാണാനുള്ള സൗകര്യം നമ്മളുടെ കേരളത്തിൽ ഇല്ല എന്നുള്ള ഏറ്റവും നിർണായകമായ വാർത്ത. അതിൽ +1 വിദ്യാർത്ഥികളുമുണ്ട്, ഡിഗ്രി വിദ്യാർത്ഥികളുമുണ്ട്. അങ്ങനെ വരികയാണ് എങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ പരീക്ഷ നടത്തുവാൻ വേണ്ടി പോകുന്ന സംസ്ഥാന സർക്കാരിന് അത് വലിയൊരു തിരിച്ചടി തന്നെയായിരിക്കും. കാരണം ഒരു ക്ലാസ് പോലും കാണാത്ത വിദ്യാർത്ഥി എങ്ങനെയാണ് പരീക്ഷ എഴുതുക എന്ന ന്യായമായ ചോദ്യം ഇനി വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ഉയർന്നു വരും. എന്തായാലും ഇതിന് സംസ്ഥാന സർക്കാർ എന്തു മറുപടിയാണ് നൽകുന്നതെന്നറിയില്ല. എന്തായാലും വളരെ വൈകിയ വേളയിലും ഈ ഒരു വാർത്ത ഫ്ലാഷ് ന്യൂസുകളായിട്ട് നമ്മളുടെ ചാനലുകളെല്ലാം തന്നെ നിറയുകയാണ്. വിദ്യാർത്ഥികൾ വലിയ പ്രതീക്ഷയിലാണ്. അവർക്ക് ക്ലാസ്സുകൾ കാണാനുള്ള സൗകര്യം ഡിജിറ്റൽ സംസ്ഥാനമായിട്ടൊക്കെയാണ് വിദ്യാഭ്യാസ മേഖലയെ, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ പ്രഖ്യാപിച്ചത്. അപ്പോൾ എന്തായാലും വലിയ ഒരു നിർണായകമായ വാർത്ത പുറത്തു വരുന്നു. 4.25 ലക്ഷത്തോളം വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസ് കാണുവാനുള്ള സൗകര്യം കേരളത്തിൽ ഇല്ല എന്നുള്ളത്. മറ്റു വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. തായ്.